നിങ്ങൾ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കുടിശ്ശികയാക്കിയിരുന്നവരല്ലേ? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ 5 മാസം കുടിശ്ശികയാക്കിയത്? അത് കഴിഞ്ഞ മെയ് മാസത്തിൽ അതിൽ നിന്നും ഒരു ഗഡു കൊടുത്തു. അങ്ങനെ കുടിശ്ശികയാക്കിയതിനെ വിമർശിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഒന്നാമത്, ഈ പച്ച നുണ എത്ര കാലമായി നിങ്ങൾ ആവർത്തിക്കുകയാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നോ? ഞാൻ ആദ്യം കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലോജിക്കലായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമാണ്. ഞാൻ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാനും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു, ഷാഫി പറമ്പിലും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു. ആ സമയത്തെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ അടിയന്തര പ്രമേയ നോട്ടീസ് എടുത്ത് വായിച്ചു നോക്കി. 1.5 കൊല്ലം പെൻഷൻ ഇല്ലാഞ്ഞിട്ട് ഇവര് പറയാണല്ലോ കുടിശ്ശികയായിരുന്നു. ഒരൊറ്റ അടിയന്തര പ്രമേയം പോലും സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവും തോമസ് ഐസക്കും പ്രമുഖരായ ഇവരെല്ലാവരും ഉള്ള ആ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം പോലും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ പോയി പരിശോധിക്കുക. 5 വർഷം. എന്നാൽ ഇപ്പൊ ഹമീദ് മാഷ് പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നതിന്റെ കാരണം, ഞങ്ങളുടെ ഈ സഭയില് 6 മാസം കുടിശ്ശികയായല്ലോ. നിങ്ങളെല്ലാം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. 2 അവതരിപ്പിച്ചത് ഞാനാണ്. 6 മാസം കുടിശ്ശികയായപ്പോൾ ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ 18 മാസം കുടിശ്ശികയായിട്ടും അന്നത്തെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ? നമ്പർ 1. 2, ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശ്രീ എം സ്വരാജിന് ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ അദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര മാസം പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നുണ്ട്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അത് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്തിരുന്നത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT ബാങ്ക് വഴിയാക്കുന്നതിന്റെ സാങ്കേതികത്വമാണെന്നും ഞങ്ങളല്ലേ അത് പറഞ്ഞത്. ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ട്.